അപ്പൊ നമുക്ക് തുടങ്ങാം. EVSലെ മുൻവർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പം ക്വസ്റ്റ്യൻസിന്റെ മോഡൽ എങ്ങനെയാ എന്ന് നമുക്ക് പരിചയപ്പെടാം. ഇതില് 30 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. പുതുതായിട്ട് എഴുതുന്ന ആൾക്കാരും ഇതുവരെ എഴുതിയവരൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്ത ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മ്യൂട്ട് ചെയ്യാത്തവരെ ഒന്ന് മ്യൂട്ട് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ വായിക്കുമ്പം എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാം. എന്നാലും സൗണ്ട് ഇഷ്യൂസ് നമുക്കൊരു പരിധിവരെ കുറക്കാൻ പറ്റും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിന്റെ ഫലപുഷ്ടി കൂട്ടുന്നതിന് ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത്? ഓപ്ഷൻ എ ഫംഗസ്, ഓപ്ഷൻ ബി പ്രോട്ടോസോവ, ഓപ്ഷൻ സി വൈറസ്, ഓപ്ഷൻ ഡി മണ്ണിര. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? ക്വസ്റ്റ്യൻ വായിക്കുക, 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, ശേഷം മാത്രം ആൻസർ ചെയ്യുക. പെട്ടെന്ന് എഴുതാൻ പോകരുത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നുണ്ട്. ഈ ഓപ്ഷനിലെ 4 ഓപ്ഷനും എന്താണ്? മണ്ണിന്റെ ഫലപുഷ്ടി കൂട്ടുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ജീവികളാണ്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ ഏത് ഓപ്ഷൻ വരും? ഫംഗസ് ആണോ, പ്രോട്ടോസോവയാണോ, വൈറസ് ആണോ, മണ്ണിരയാണോ? മണ്ണിരയാണോ? മണ്ണിര. മണ്ണിരയാണ് നമുക്ക് കൂടുതൽ പരിചയം അല്ലെ? ഇവിടെ ഓപ്ഷൻ ഫംഗസ് ആണോ? ഫംഗസ് ആണ്. ഓപ്ഷൻ എ ഫംഗസ് ആണ് കേട്ടോ. ഫംഗസ് ആണ് ആൻസർ. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഏറ്റവും പരിചിതമായ, മണ്ണിൽ ഏറ്റവും പരിചിതമായിട്ട് കാണുന്നത് നമുക്ക് മണ്ണിരയാണ്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി മണ്ണിരയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ എന്താണ്? ഫംഗസ് ആണ് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ ദിനാചരണം നടത്താൻ അനുയോജ്യമായ ദിവസം ഏതാണ്? ഡിസംബർ 5. ഓപ്ഷൻ എ ഡിസംബർ 5, നവംബർ 7, ഓപ്ഷൻ സി ജൂലൈ 21, ഓപ്ഷൻ ഡി നവംബർ 14. വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഡിസംബർ 5? ഡിസംബർ 5 മണ്ണ് ലോക മണ്ണ് ദിനമല്ലേ? മണ്ണ് ദിനമാണ് അല്ലെ? സോയിൽ ഡേ ആണ് ഡിസംബർ 5. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അന്തരീക്ഷ വായുവിലെ 50 മുതൽ 80% വരെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത്? ഓപ്ഷൻ എ വനസസ്യങ്ങൾ, ഓപ്ഷൻ ബി സമുദ്രങ്ങളിലെ ആൽഗകളും പ്ലവകങ്ങളും, ഓപ്ഷൻ സി കണ്ടൽ വനങ്ങൾ, ഓപ്ഷൻ ഡി പുൽവർഗ്ഗങ്ങൾ. ഇതൊക്കെ SCERT ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഓപ്ഷൻ സി കണ്ടൽ വനങ്ങളല്ലേ? സമുദ്രത്തിലെ ആൽഗകളും പ്ലവങ്ങളും. കണ്ടൽ വനങ്ങളാണ്. ഓപ്ഷൻ ഡി ആണല്ലേ? ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. സമുദ്രത്തിലെ ആൽഗകളും പ്ലവകങ്ങളും ആണ് അന്തരീക്ഷ വായുവിലെ 50 മുതൽ 80% വരെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകാത്ത വാതകം? ഓപ്ഷൻ എ കാർബൺ ഡയോക്സൈഡ്, ഓപ്ഷൻ ബി നൈട്രസ് ഓക്സൈഡ്, ഓപ്ഷൻ സി മീഥെയ്ൻ, ഓപ്ഷൻ ഡി അമോണിയ. കാരണമാകാത്തത് മീഥെയ്ൻ. അമോണിയ, മീഥെയ്ൻ 2 ഓപ്ഷൻ വരുന്നുണ്ട്. കറക്റ്റ് ഏതായിരിക്കും? മീഥെയ്ൻ. മീഥെയ്ൻ കാരണമാവില്ലേ? അമോണിയ കേട്ടോ. ഓപ്ഷൻ ഡി അമോണിയാണ്. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് പഠിച്ചു വെക്കണം എന്ത്? കാരണമാകുന്നത് ഏതൊക്കെയാണ്? മെയിൻലി കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ? മെയിനായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് വരും. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥെയ്ൻ ഒക്കെ എന്താണ്? ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങളാണ്. എഴുതി വെക്കുക. അമോണിയ എന്തില്ല? ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണം ആകുന്നില്ല. 65-ാമത്തെ ക്വസ്റ്റ്യൻ, 2021 മുതൽ 2030 ദശകത്തെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ജൈവ മണ്ണ് പുനഃസ്ഥാപന ദശകം, ഓപ്ഷൻ ബി ജൈവോർജ പുനഃസ്ഥാപന ദശകം,
ഓപ്ഷൻ സി ജൈവ വൈവിധ്യ പുനഃസ്ഥാപന ദശകം. ഓപ്ഷൻ ഡി ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപന ദശകം. ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ആൻസർ പറഞ്ഞു പോയില്ലേ? ഏതാ 2021 മുതൽ 2030 വരെ ഏതാണ്? ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം. ഓപ്ഷൻ ഡി ഓർത്ത് വെക്കും കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പം കറണ്ട് ആയിട്ട് നിലനിൽക്കുന്നതുമാണ്. 2021 ടു 2030 ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപന ദശകമായിട്ടാണ് ആചരിക്കുന്നത്. 66 താഴെ പറയുന്നവയിൽ മരപ്പൊത്തിൽ കൂട് കൂട്ടാത്ത പക്ഷി. ഓപ്ഷൻ എ മരം കൊത്തി, ഓപ്ഷൻ ബി പൊന്മാൻ, ഓപ്ഷൻ സി തത്ത, ഓപ്ഷൻ ഡി മൂങ്ങ. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം. മരപ്പൊത്തിൽ കൂട് കൂട്ടാത്തതെന്നാണ് പറഞ്ഞത്. ബി പൊന്മാൻ. പൊന്മാൻ അല്ലെ? ബി പൊന്മാനാണ് അല്ലെ? ഓക്കെ. 67 അപ്പൊ ഇത് ബാക്കിയൊക്കെ മരം കൊത്തി, തത്ത, മൂങ്ങ ഇവയുടെയൊക്കെ കൂടെ എങ്ങനെയായിരിക്കും? മരപ്പൊത്തിലായിരിക്കും അല്ലെ? അപ്പൊ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആ ആൻസർ എന്തേലും എഴുതി വെക്കണം കേട്ടോ. ജസ്റ്റ് ലെക്ചറിങ് നോട്ടായിട്ട് പെട്ടെന്ന് എഴുതി വെക്കണേ. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ. വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? എപ്പോഴും ചോദിക്കുന്ന 1 മാർക്കിന് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയ ആണ് വിറ്റാമിൻ എന്ന് പറയുന്നത് കേട്ടോ. അതും വെള്ളത്തിൽ ലയിക്കുന്നത്, ഫാറ്റിൽ ലയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പം അതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. വേവിക്കുമ്പോൾ പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും വിറ്റാമിൻ സി നഷ്ടപ്പെടും. ഓപ്ഷൻ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ എ വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നു, വിറ്റാമിൻ എ വെള്ളത്തിൽ ലയിക്കുന്നു, എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് വിറ്റാമിൻ ഇ സഹായിക്കുന്നു. ഓപ്ഷൻ ഡി വേവിക്കുമ്പോൾ പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും വിറ്റാമിൻ സി നഷ്ടപ്പെടുന്നു. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലെ? അപ്പം വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാ? വെള്ളത്തിൽ വാട്ടർ സോല്യൂബിൾ ബിയും സിയും. ബിയും വെള്ളത്തിൽ ലയിക്കും അല്ലെ? ഫാറ്റിൽ ലയിക്കുന്നതോ കൊഴുപ്പിൽ ലയിക്കുന്നതോ? ADEK വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കണേ. ബിയും സിയും വെള്ളത്തിലാണ്, മാറിപ്പോവാനും പാടില്ല. ADEK കൊഴുപ്പില് ലയിക്കുന്നതും ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ. പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ശരിയായതാണ് നമുക്ക് വേണ്ടത്, ശരിയായ പ്രസ്താവനകൾ. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു. 2ാമത്തത് രാത്രിയിലും പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. 3ാമത്തത് ഹരിതകം കൂടുതലുള്ളത് ഇലകളിലാണ്. 4ാമത്തത് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടാക്കുന്ന ഗ്ലൂക്കോസ് അന്നജമാക്കി മാറ്റുന്നു. ഇതിലെ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന? ഓപ്ഷൻ ബി. ഓപ്ഷൻ 3ഉം 4ഉം. ഓപ്ഷൻ സി. 1, 3. ബി. ഓപ്ഷൻ ബി. 1, 3, 4 ആണ് അല്ലേ? രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കുമോ? ഇല്ല. സമയങ്ങളിൽ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ആണ് അല്ലെ? രാത്രിയിൽ ലൈറ്റ് ഇല്ലാത്തത് കാരണം പ്രകാശ സംശ്ലേഷണം നടക്കില്ല. അപ്പം പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ഫാക്ടുകളാണ് എന്ത്? സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു, ശരിയാണ്. രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല. ഹരിതകം കൂടുതലുള്ളത് ഇലകളിലാണ്. അപ്പൊ അതുകൊണ്ടാണ് എന്ത്? ഇലകളിൽ വെച്ച് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടാക്കുന്ന ഗ്ലൂക്കോസ് സംഭരിക്കും അല്ലെ? അന്നജമാക്കിയിട്ട് സംഭരിക്കും. അപ്പോ അടുത്ത ഞാനൊരു ക്വസ്റ്റ്യൻ. സസ്യങ്ങളുടെ ശ്വസന വാതകം ഏതാ? ശ്വസന വാതകം പാർട്ടല്ല, വാതകം. കാർബൺ ഡൈ ഓക്സൈഡ്. ശ്വസന വാതകം ഓക്സിജൻ അല്ലേ? അവിടെ ഒരു കൺഫ്യൂഷൻ ഫാക്ട് വരുന്നതാണ്. പ്രകാശ സംശ്ലേഷണ സമയത്താണ് കാർബൺ ഡൈ ഓക്സൈഡ്.
ഞാൻ പറയാം. പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. അത് പ്രകാശ സംശ്ലേഷണ സമയത്ത്. പക്ഷെ നോർമലി പ്ലാന്റ്സും ശ്വസിക്കുന്നത് ഏത് തന്നെയാണ്? ഓക്സിജൻ ആണ്. പുറത്തുവിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. രണ്ടും മാറിപ്പോവാൻ പാടില്ല. പ്രകാശ സംശ്ലേഷണ സമയത്ത് മാത്രമേ തിരിച്ചുള്ള പ്രവർത്തനം നടക്കുന്നുള്ളൂ. ഓർത്ത് വെക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യും. ഒന്നാമത്തെ കാര്യം. അല്ലാത്ത സമയത്ത് ആസ് യൂഷ്വൽ ഹ്യൂമൻ ബീങ്സിനെ പോലെ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അന്വേഷണാത്മക പഠനത്തിൽ അധ്യാപിക ഓർ അധ്യാപകൻ അന്വേഷണത്തെ സഹായിക്കുന്ന ചോദ്യങ്ങൾ അനിവാര്യമായ സന്ദർഭങ്ങളിൽ ചോദിക്കുന്ന ഘട്ടം. ഓപ്ഷൻ എ എൻഗേജ്, ഓപ്ഷൻ ബി എക്സ്പ്ലോർ, ഓപ്ഷൻ സി എക്സ്പ്ലെയിൻ, ഓപ്ഷൻ ഡി എക്സ്റ്റെൻഡ്. ഓപ്ഷൻ ബി എക്സ്പ്ലോർ ആണ് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് അന്വേഷണാത്മക അന്വേഷണാത്മക പഠനത്തിന്റെ ഘട്ടങ്ങളാണ്. എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, എക്സ്റ്റെൻഡ്. അതിലെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഘട്ടം ഓപ്ഷൻ ബി എക്സ്പ്ലോർ ആണ്. അതിന് മലയാളം ഒന്ന് പറയോ? ഇതിന്റെ മലയാളം ഇങ്ങനെ തന്നെയാണ് ചോദിച്ചത് കേട്ടോ. മലയാളത്തിലേക്ക് മാറ്റി. അന്വേഷണാത്മക പഠനം നമ്മൾ അതിന്റെ ഇംഗ്ലീഷ് വേർഡ് തന്നെയാണ് ഓപ്ഷനിലും കൊടുത്തിട്ടുള്ളത്. എക്സ്പ്ലോർ എന്ന് വെച്ചാൽ അന്വേഷണ ഘട്ടം എന്നാണ്. എന്താണ് എക്സ്പ്ലോർ എന്ന് പറഞ്ഞാല്? നമ്മള് അന്വേഷണത്തിന്റെ ഏത് കാര്യത്തെയാണോ അന്വേഷിക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിലേക്ക് എത്തുന്ന തരത്തിലുള്ള ആ ഒരു പോയിന്റിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും ആ ഒരു ഘട്ടത്തിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ജലമാലിന്യത്തിന്റെ തോത് കണ്ടെത്തുന്നതിന് വേണ്ടി, ഹലോ കേൾക്കാൻ പറ്റുന്നില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ജലമാലിന്യത്തിന്റെ തോത് കണ്ടെത്തുന്നതിന് വേണ്ടി ഏത് വാതകത്തിന്റെ അളവാണ് പ്രധാനമായും കണക്കാക്കുന്നത്? ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ബി നൈട്രസ് ഓക്സൈഡ്, ഓപ്ഷൻ സി ഓക്സിജൻ, ഓപ്ഷൻ ഡി ക്ലോറിൻ. ജലം എന്ന് പറയുമ്പോൾ അതിലുള്ളത് ഏതൊക്കെയാണ്? അത് നോക്കിയാ പോരെ. ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ജലത്തിൽ ഹൈഡ്രജനും ഓക്സിജനും വരുന്നത്. അതെ, ഹൈഡ്രജനും ഓക്സിജനും. ഹൈഡ്രജനും ഓക്സിജനും അല്ലേ ജലത്തിലുള്ളൂ. അപ്പം ഏതിന്റെ തോതാണ് ജലത്തിലാണ്? ഓക്സിജൻ അല്ലേ ഉള്ളൂ. അപ്പം ഓക്സിജൻ, ഓപ്ഷൻ സി ഓക്സിജൻ ആണ് കേട്ടോ. ഈ മാലിന്യങ്ങൾ വിഘടിക്കുമ്പോൾ ഓക്സിജൻ അല്ലേ ഉണ്ടാവുന്ന ടീച്ചറെ? അപ്പം ആ ഓക്സിജന്റെ തോത് അനുസരിച്ചിട്ടാണ് ജലത്തിലെ മാലിന്യങ്ങളുടെ അളവ് നമ്മൾ കണ്ടെത്തുന്നത്. എത്രത്തോളം ജലം മാലിന്യമായി എന്ന് അറിയുന്നത് ആ ഓക്സിജന്റെ അളവ് വെച്ചിട്ടാണ്. ഓക്കെ മാം. ഓക്കെ, 71ാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഈ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ SCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും വായിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. അതിൽ കാണാത്ത ഉത്തരം നമ്മളോട് കണ്ടെത്താൻ പറയുന്നത് ടീച്ചർ ടെക്സ്റ്റ് ബുക്കും കൂടെ നോക്കുക. അതിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് AVS മെയിൻ ആയിട്ടും ചോദിക്കുക. 90% ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് എന്ത് ചെയ്യാം? 8 വരെയെങ്കിലുള്ള ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഉളുക്ക് പറ്റിയാൽ ചെയ്യാൻ പാടില്ലാത്ത പ്രഥമ ശുശ്രൂഷ. അപ്പൊ പാടില്ലാത്ത അണ്ടർലൈൻ. ഉളുക്ക് പറ്റിയ ഭാഗം ചലിപ്പിക്കാതിരിക്കുക. ഓപ്ഷൻ ബി കാലിൽ ഉളുക്ക് പറ്റിയാൽ കഴിവതും നടക്കാതിരിക്കുക. ഓപ്ഷൻ സി ഉളുക്ക് പറ്റിയ ഭാഗം ചൂടുവെള്ളം ഒഴിച്ച് കഴുകുക. ഓപ്ഷൻ ഡി ഉളുക്ക് പറ്റിയ ഭാഗത്ത് എണ്ണ പുരട്ടാതിരിക്കുക.
ഓപ്ഷൻ പാടില്ലാത്തത്. സി. ഓപ്ഷൻ സി അല്ലേ? ഉടുക്ക് പറ്റിയ ഭാഗം ചൂടുവെള്ളം ആ ഒഴിച്ച് കഴുകുക. ഒഴുക്ക് പറ്റിയ ഭാഗം ചൂടുവെള്ളം ഒഴിച്ച് കഴുകുക. ഒരു കോമൺ സെൻസ് ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകാൻ പാടില്ല. അടുത്തത് 72ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ശേഷികളും ധാരണകളും മനോഭാവങ്ങളും ശരിയായ രീതിയിൽ രൂപപ്പെടുന്ന പ്രവർത്തനം ഏതൊക്കെയാണ്? ശേഷികളുണ്ട്, ധാരണകളുണ്ട്, മനോഭാവങ്ങളുണ്ട്. ശരിയായ രീതിയിൽ രൂപപ്പെടുന്ന പഠന പ്രവർത്തനം. ഓപ്ഷൻ എ, ഇലമുളച്ചിയുടെ ഭാഗങ്ങൾ നിരീക്ഷിക്കുന്നു. ഓപ്ഷൻ ബി, ഇലമുളച്ചിയുടെ ചിത്രം വരയ്ക്കുന്നു. ഓപ്ഷൻ സി, ഇലമുളച്ചിയുടെ പ്രത്യേകതകൾ വിശദീകരിക്കുന്നു. ഓപ്ഷൻ ഡി, ഇലമുളച്ചിയുടെ വിവിധ ഭാഗങ്ങൾ നട്ട് പുതിയ സസ്യങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് നിരീക്ഷിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഓപ്ഷൻ ഡി, ഇലമുളച്ചിയുടെ വിവിധ ഭാഗങ്ങൾ നട്ട് പുതിയ സസ്യങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് നിരീക്ഷിക്കുക അല്ലെ. ഓക്കെ. അടുത്തത്, താഴെ പറയുന്ന പ്രത്യേകതകൾ ഉള്ള ജീവികൾ എന്തൊക്കെയാണ്? ക്ലൂകള്. ബാഹ്യാസ്ഥികൂടം കാണപ്പെടുന്നു. ശരീരത്തിന് 3 ഭാഗങ്ങളുണ്ട്. 3 ജോഡി കാലുകളുണ്ട്. സംയുക്ത നേത്രങ്ങൾ കാണപ്പെടുന്നു. ഇത് ഈ പെക്യുലാരിറ്റീസ് അല്ലെ ഈ പ്രത്യേകതകളുള്ള ജീവിവർഗങ്ങൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, ഷഡ്പദങ്ങൾ. ഓപ്ഷൻ ബി, ഒച്ചിനത്തിൽപ്പെട്ട ജീവികൾ. ഓപ്ഷൻ സി, ഉരകങ്ങൾ. ഓപ്ഷൻ ഡി, പക്ഷികൾ. ഏതാണ്? ഓപ്ഷൻ എ അല്ലേ? ഷഡ്പദങ്ങൾ. 3 ജോഡി കാലെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഒന്നുമില്ലേലും 3 ജോഡി കാലുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ ആലോചിക്കേണ്ട അതാണ് ഷഡ്പദങ്ങൾ അല്ലെ. ഓക്കെ. 74. കമ്പിളി വസ്ത്രം നിർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻ എ, കൊക്കൂൺ. ഓപ്ഷൻ ബി, കൃത്രിമനാര്. ഓപ്ഷൻ സി, ചെമ്മരിയാടിന്റെ രോമം. ഓപ്ഷൻ ഡി, പരുത്തിനൂൽ. ഓപ്ഷൻ സി, ചെമ്മരിയാടിന്റെ രോമമാണ് അല്ലെ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ കേരളത്തിൽ എത്തുന്ന ദേശാടന പക്ഷി. ഓപ്ഷൻ എ, നാഗമോഹൻ. ഓപ്ഷൻ ബി, വെള്ളിമൂങ്ങ. ഓപ്ഷൻ സി, ചെറുകുയിൽ. ഓപ്ഷൻ ഡി, ചെമ്പോർ. ഓപ്ഷൻ എ, നാഗമോഹൻ. നാഗമോഹനാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കണേ. താഴെ കൊടുത്തിരിക്കുന്ന ശാസ്ത്രീയ രീതിയുടെ ഘട്ടങ്ങളിൽ വിട്ടുപോയിരിക്കുന്ന ഘട്ടങ്ങൾ ഏതെല്ലാം? അപ്പം ശാസ്ത്രീയ പഠന രീതി അല്ലെങ്കിൽ സയന്റിഫിക് എൻക്വയറി, സയന്റിഫിക് രീതി എന്ന് പറയും. ഒന്നാമത്തത് പ്രശ്നം ഉന്നയിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് വിട്ടിട്ടുണ്ട്. രണ്ടാമത്തത് പഠന രീതി ആസൂത്രണം ഡാഷ് അപഗ്രഥനം ഡാഷ്. അപ്പം ഇതിൽ വിട്ടുപോയ 3 ഏതൊക്കെയാണെന്നാണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി, പരികൽപ്പന രൂപീകരിക്കൽ, വിവരശേഖരണം, നിഗമനത്തിലെത്തൽ. ഓപ്ഷൻ ബി. അതെ. അപ്പൊ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക് ആണ് കേട്ടോ. ടോപ്പിക് അല്ല, ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇപ്പൊ തന്നെ എഴുതി വെക്കുക. അന്വേഷണ രീതിയുടെ വിവിധ ഘട്ടങ്ങൾ. ഒന്നാമത്തത് ഏതാണ്? പ്രശ്നം ഉന്നയിക്കുന്നു. രണ്ടാമത്തത് പരികൽപ്പനകൾ രൂപീകരിക്കുന്നു. മൂന്നാമത്തത് പഠന രീതി ആസൂത്രണം. നാലാമത്തത് അപഗ്രഥനം. അഞ്ചാമത്തത് വിവരശേഖരണം. പിന്നെ നിഗമനത്തിൽ മാറിപ്പോയോ? പ്രശ്നം ഉന്നയിക്കുന്നു. ഒരു അപഗ്രഥനം ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ നിങ്ങൾ ഇത് മസ്റ്റ് ആയിട്ട് പഠിക്കണം. എന്താണ് ഇത്? ഒന്നുകിൽ ഈ വിട്ടുപോയ രീതിയിൽ തരാം, അല്ലെങ്കിൽ ഓർഡർ തെറ്റിച്ചിട്ട് തരാം. അപ്പം ശാസ്ത്രീയ രീതിയുടെ വിവിധ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ നോട്ടിൽ എന്ത് ചെയ്യാ? എഴുതാത്തവർ എഴുതി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. വിദ്യാലയത്തിന് ചുറ്റുമുള്ള പഠന വിഭവങ്ങളുടെ ചിത്രീകരണം. ഓപ്ഷൻ എ, വിഭവ ഭൂപടം. ഓപ്ഷൻ ഡി, ആശയ ഭൂപടം. ഓപ്ഷൻ സി, വെൻ ഡയഗ്രാം. ഓപ്ഷൻ ഡി, ട്രീ ചാർട്ട്. വെൻ ഡയഗ്രാം. വിഭവ ഭൂപടം. ഓപ്ഷൻ എ ആണ് ആൻസർ. വിഭവ ഭൂപടമാണ്. വെൻ ഡയഗ്രാം നമ്മൾ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഓപ്ഷനാണ് കേട്ടോ. അത് മാത്സിൽ വരുന്ന ഒരു ഡയഗ്രാം ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഒരു സെറ്റൊക്കെ വരച്ചിട്ടുള്ള അതിന്റെ ഉള്ളിൽ 2 സെറ്റൊക്കെ വരച്ചിട്ടുള്ള ഡയഗ്രാം ആണ്
ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് കേട്ടോ. വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. ആശയ ഭൂപടം, ട്രീ ചാർട്ട് ഒക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നതാണ്, പഠന രീതികളാണ്. ടീച്ചർ ഈ ആശയ ഭൂപടം, ട്രീ ചാർട്ട്, ട്രീ പോലെ നമ്മൾ ഇങ്ങനെ വരക്കൂലേ, ഫ്ലോ ചാർട്ട് ഒക്കെ പോലെ ഇതിങ്ങനെ ട്രീ ആയിട്ട് വരുന്നത്, മുകളിൽ ഫാമിലി ഒക്കെ വരക്കുന്നത്. ആശയ ഭൂപടം, ആശയ ഭൂപടം ആരുടെ കോൺസെപ്റ്റാ? ബ്രൂണർ അല്ലേ? ആശയ ഭൂപടം ബ്രൂണറുടെ ആശയാധാര മാതൃകയാണ്. ആശയദാന മാതൃകയിലാണ് ജോസഫ് ഡി നൊവാക്കാണ്. ജോസഫ് ഡി നൊവാക്കാണ് കേട്ടോ ആശയ ഭൂപടം. ജോസഫ് ഡി നൊവാക്ക്. ആശയദാന മാതൃക, കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, അതൊക്കെയാണ് ആര് വരുന്നത്? ബ്രൂണർ വരുന്നത്. ഇന്നലല്ലേ നമ്മൾ ബ്രൂണറെ കുറിച്ചൊക്കെ പറഞ്ഞത്. അടുത്തത്, കണ്ണിന്റെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ. ഓപ്ഷൻ എ വർണ്ണാന്ധത, ഓപ്ഷൻ ബി നിശാന്തത, ഓപ്ഷൻ സി ഗ്ലൂക്കോമ, ഓപ്ഷൻ ഡി തിമിരം. ഞാൻ ലെൻസ് അതാര്യമാകുന്നു അല്ലെ, തിമിരമാണ് ആൻസർ. വർണ്ണാന്ധതൊക്കെ എന്താണ്? കളർ ബ്ലൈൻഡ്നെസ്, കളറ് കാണാൻ പറ്റാത്ത അവസ്ഥ, പച്ച ചുവപ്പ് ആ ഒരു വർണ്ണങ്ങളൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ത്? വർണ്ണാന്ധത എന്ന് പറയുന്നത്. അപ്പം വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ആരാണ്? ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ് കേട്ടോ. ജോൺ ഡാൾട്ടൺ ആണ് വർണ്ണാന്ധത കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ആ ഒരു വർണ്ണാന്ധതയ്ക്ക് നമ്മൾ എന്ത് കൂടെ പറയും? ഡാൾട്ടണിസം എന്നും പറയും. പച്ച കാണാൻ പറ്റില്ല, പച്ചയും ചുവപ്പും നീലയും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് വർണ്ണാന്ധത. ഓക്കെ. കണ്ണിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ എ ആണ് അല്ലെ. ഓക്കെ, ഓർത്ത് വെക്കുക, വൈറ്റമിൻ എ. അടുത്തത്, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്ര സംഭവങ്ങളിൽ ആദ്യം നടന്നത് ഏത്? ഓപ്ഷൻ ബി ചമ്പാരൻ അല്ലെ. ചമ്പാരന്റെ ഡേറ്റ് എപ്പോഴാണ്? ചമ്പാരൻ സത്യാഗ്രഹം നടന്ന ഡേറ്റ് ഏത് വർഷമാണ്? 17. ഉപ്പു സത്യാഗ്രഹം 1930. ജാലിയൻ വാലാബാഗ് 1919. ക്വിറ്റ് ഇന്ത്യ 1942. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. നിങ്ങൾക്ക് സൗണ്ട് എക്കോ ഉണ്ടല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ജൈവ കീടരോഗ നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന കുമിൾ. ഓപ്ഷൻ എ സ്യൂഡോമോണാസ്, ഓപ്ഷൻ ബി എസറ്റോബാക്ടർ ആൻഡ് ഓപ്ഷൻ സി ട്രക്കോഡെർമ, ഓപ്ഷൻ ഡി റൈസോബിയം. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. അടുത്തത്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം കാണപ്പെടുന്നത്. ഓപ്ഷൻ എ ഇന്ത്യൻ മഹാസമുദ്രം, ഓപ്ഷൻ ബി അറബിക്കടൽ, ഓപ്ഷൻ സി ബംഗാൾ ഉൾക്കടൽ, ഓപ്ഷൻ ഡി
പസഫിക് സമുദ്രം. ഏതാണ്? ഓപ്ഷൻ സി ബംഗാൾ ഉൾക്കടൽ. ബംഗാൾ ഉൾക്കടൽ. ബംഗാളിൽ അല്ലെ? അപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്നതോ? ഇന്ത്യൻ മഹാസമുദ്രം വേണ്ട, അറബിക്കടൽ, അറേബ്യൻ കടൽ, അറബിക്കടൽ. ലക്ഷദ്വീപ്. 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 അപ്പം ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം കാണപ്പെടുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് അല്ലെ? അടുത്തത്, 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ശരിയായ രീതിയിൽ നിരീക്ഷണക്കുറിപ്പ് എഴുതാൻ സാധിക്കുന്നില്ല. ഇത് പരിഹരിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠനതന്ത്രം ഏത്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ഡി ക്രിയാഗവേഷണം. മൈക്കൊന്ന് ഓഫ് ചെയ്യാവോ? ഓപ്ഷൻ ഡി ആണ്. എന്റെ സൗണ്ട് തന്നെ എനിക്ക് വീണ്ടും കേൾക്കുന്ന രീതിയിൽ വരുന്നുണ്ട്. ഓക്കെ, ക്രിയാ ഗവേഷണമാണ് അല്ലെ? അപ്പൊ കേസ് സ്റ്റഡി എവിടെയാ യൂസ് ചെയ്യാം? ഒരു കുട്ടിയുടെ പ്രശ്നങ്ങൾ നോക്കാൻ വേണ്ടിട്ടല്ലേ? ക്ലാസ്സിൽ എന്നും ലേറ്റ് ആയിട്ട് ഒരു കുട്ടി വരുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പ്രശ്നം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കേസ് സ്റ്റഡി നടത്തി നോക്കാം അല്ലെ? സർവേയും പ്രൊജക്റ്റും പിന്നെ നമുക്കിവിടെ എന്തില്ല, പാടെ ഒഴിവാക്കാം അല്ലെ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 2022 ജനുവരി 2 അമാവാസിയാണെങ്കിൽ അടുത്ത പൗർണമി ഏത് ദിവസമായിരിക്കും? ജനുവരി 31. ജനുവരി 17. ജനുവരി 17 ബി ആണ്. 17ആണോ 31ആണോ? ജനുവരി 17. രണ്ടാഴ്ചയാണ് അല്ലെ? രണ്ടാഴ്ചയാണ് അല്ലെ? അടുത്തത് 84. അടുത്ത ക്വസ്റ്റ്യൻ, മഴയുണ്ടാകുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തൽ, മഴ മാപിനി നിർമ്മിക്കൽ, ജലസംരക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കൽ എന്നിവയിലൂടെ മഴ എന്ന തീം വിനിമയം ചെയ്യുന്ന ഒരു അധ്യാപകന്റെ ക്ലാസ്സിലൂടെ പരിസര പഠന പാഠ്യപദ്ധതിയുടെ ഏത് സവിശേഷതയാണ് പ്രകടമാകുന്നത്? ഓപ്ഷൻ ഡി ആണോ? ആശയാവതരണ രീതി. ഓപ്ഷൻ എ ഉദ്ഗൃത സമീപനം. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ഓപ്ഷൻ എ ഉദ്ഗ്രഥിത സമീപനം, ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് പരിസര പഠന പാഠ്യപദ്ധതിയുടെ ഏത് സവിശേഷത എന്ന് വെച്ചാൽ ഉദ്ഗ്രഥിതം, ഇന്റഗ്രേറ്റഡ്, എല്ലാം കൂടെ ഒരുമിച്ച് മഴയുടെ എല്ലാ കോൺസെപ്റ്റും അവിടെ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പരിസ്ഥിതി സൗഹൃദപരവുമായ ഊർജ്ജരൂപം. ഓപ്ഷൻ എ പവനോർജം. വിൻഡ്. കാണാൻ പറ്റുന്നില്ലേ? ഓപ്ഷൻ എ പവനോർജം, ഓപ്ഷൻ ബി പ്രകൃതിവാതകം, ഓപ്ഷൻ സി തെർമൽ ഊർജം, ഓപ്ഷൻ ഡി ആണവോർജം. അപ്പൊ നിങ്ങൾ നോക്കാം, പുനഃസ്ഥാപിക്കാൻ പറ്റും. പവനോർജം അല്ലെങ്കിൽ പവനോർജത്തിന് ഇംഗ്ലീഷ് ആയിട്ടോ വിൻഡ് എനർജി, കാറ്റ്, അതിനാണ് പവനോർജം എന്ന് പറയാം. അപ്പൊ പുനഃസ്ഥാപിക്കാൻ പറ്റുന്നത് ഏതാണ്? പവനോർജം ആണല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, മുളച്ച വിത്ത് വളരുന്നതിനനുസരിച്ച് ബീജപത്രം ചുരുങ്ങി വരുന്നതിന് കാരണമാകുന്ന പ്രസ്താവന ഏത്? ഓപ്ഷൻ എ കാണ്ഡം വണ്ണം വയ്ക്കുന്നത് മൂലം, ഓപ്ഷൻ ബി ഇലകൾ വളർന്നു വരുന്നതിനാൽ, ഓപ്ഷൻ സി സസ്യം സ്വന്തമായി ആഹാരം നിർമ്മിച്ചു തുടങ്ങുന്നതിനാൽ, ഡി ബീജപത്രത്തിലെ ആഹാരം ചെടി ഉപയോഗിക്കുന്നത് മൂലം. ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ ഡി. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ? സസ്യങ്ങള് ആഹാരമായിട്ട് ഉപയോഗിക്കുന്നത് ആ ഒരു ബീജപത്രത്തിലെ ആഹാരമാണ് അല്ലെ? തേങ്ങയൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. തേങ്ങയുടെ ആ ഒരു ഫ്ലഷി പാർട്ടാണ് എന്ത്, ചെടി വളരുമ്പോൾ ചെടി ആഹാരമായിട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ബീജപത്രം ചുരുങ്ങി പോകുന്നത്. അടുത്തത്,
500 ഗ്രാം വെള്ളത്തിലിട്ട ഒരു 50 ഗ്രാം ഐസ് കട്ട 50 മിനിറ്റ് കൊണ്ട് ഉരുകി വെള്ളമായി തീരും എന്ന് നേരത്തെ നടത്തിയ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസ്താവിക്കുന്നു എന്നത് ഏത് പ്രക്രിയാശേഷിക്ക് ഉദാഹരണമാണ്? നിഗമനം. പരീക്ഷണം. ഓപ്ഷൻ പ്രവചിക്കലാണോ? പ്രവചിക്കൽ. ഓപ്ഷൻ ഡി. ഒന്നും കൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. 500 ഗ്രാം ഏർപ്പെടൽ. പരീക്ഷണങ്ങളിൽ നേരത്തെ നടത്തിയ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പരീക്ഷണം അവിടെ ആയോ? പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ എന്തായിരുന്നു? അത് നിഗമനായിരുന്നു. നമ്മൾ നിരീക്ഷിച്ചിട്ടേ ഉള്ളൂ. നിരീക്ഷണങ്ങളുടെ ഓപ്ഷൻ ഡി പ്രവചിക്കലാണ് ട്ടോ. അടുത്തത്, താഴെ പറയുന്ന രോഗങ്ങളിൽ വൈറസ് മഹാമാരിയുടെ കൂട്ടം. ഞാൻ നേരത്തെ വൈറ്റമിൻ പറഞ്ഞതുപോലെ തന്നെ 100% ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി കാണുന്നില്ലല്ലോ. ഇപ്പൊ കാണുന്നുണ്ട്. നമ്മള് വൈറ്റമിൻ പറഞ്ഞതുപോലെ തന്നെ 100% അല്ലെങ്കിൽ 110% നമുക്ക് ഉറപ്പുള്ള ക്വസ്റ്റ്യനാണ് രോഗങ്ങൾ. ഒന്നുകിലെ രോഗങ്ങൾ വരുന്ന രീതി അല്ലെങ്കിൽ രോഗകാരികൾ, അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് എന്ത് ചെയ്യും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അപ്പൊ ആ ഭാഗം ക്ലിയർ ആയിട്ട് പഠിക്കുക. താഴെ പറയുന്നവയിൽ വൈറസ് രോഗങ്ങൾ നമ്മള് പറഞ്ഞ് അത് വൈറസ് ആണെന്ന് നമുക്ക് അറിയാം. നിപ്പ, കോവിഡ്, നിപ്പ, കോവിഡ്, പക്ഷിപ്പനി. ഓപ്ഷൻ സി ആണ് അല്ലെ. നിപ്പ, കോവിഡ്, പക്ഷിപ്പനി എന്നിവ എന്താണ്? വൈറസ് രോഗങ്ങൾക്ക് കാരണമാണ്. അടുത്തത്, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം. മംഗൾയാൻ, ഓപ്ഷൻ സി അല്ലേ? ഗഗൻയാൻ. ഗഗൻയാൻ അല്ലെ. ഇതിന് ഇപ്പം കഴിഞ്ഞ കേട്ടറ്റിനും റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത്? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ദൗത്യം ഗഗൻയാനാണ് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇലകളിലെ സ്ഥിരാവിന്യാസം എന്ന ആശയം രൂപീകരിക്കുന്നതിന് വേണ്ടി അനുയോജ്യമല്ലാത്ത പഠന പ്രവർത്തനം ഏത്? ഓപ്ഷൻ എ ഫീൽഡ് ട്രിപ്പ്, ഓപ്ഷൻ ബി ഗ്രൂപ്പ് ചർച്ച, ഓപ്ഷൻ സി വിവിധ തരം ഇലകൾ ക്ലാസ്സിൽ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. ഫീൽഡ് ട്രിപ്പിൽ നമുക്ക് ഒരുപാട് ഇലകളെ കുറിച്ചും ഓപ്ഷൻ ഡി ആണ്. ഡി. അനുയോജ്യമല്ലാത്തതാണ്. ഓപ്ഷൻ ICT ഉപയോഗപ്പെടുത്തും. ICT ഉപയോഗപ്പെടുത്തുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര മാർക്ക് ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ 2-3 വട്ടം നല്ലോണം വായിക്കുക. അനുയോജ്യമല്ലാത്തത്, അനുയോജ്യമായത്, തെറ്റായത്, ശരിയായത്. 13 മാർക്കേ ഉള്ളൂ. 13 മാർക്ക്. ഇതിൽ മാക്സിമം 20 എബോവ് എത്ര പേർക്കുണ്ട്? നോക്കാം. ഇതിൽ അത്യാവശ്യം പെഡഗോഗി ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ടാവുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈസിയാണ്. കാരണം സൈക്കോളജി, പെഡഗോഗി പഠിക്കുന്നത് വഴി ഈ ഒരു ഏരിയയിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട്. കാണാൻ പറ്റുന്നു. ഇതിപ്പോ കഴിഞ്ഞതാണ് കേട്ടോ. ഇത് ഡിസംബർ, ഇത് മെയിൽ കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈജ്ഞാനികമായ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതിലൂടെ കുട്ടികളെ പഠനത്തിന് സജ്ജരാക്കാം. ഇതിനായുള്ള ഏറ്റവും ഉചിതമായ പ്രവർത്തനം ഏത്? ഓപ്ഷൻ എ ആശയ രൂപീകരണത്തിന് വേണ്ടി പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നു. ഓപ്ഷൻ ബി തുടർ പ്രവർത്തനങ്ങൾ നൽകുക. ഓപ്ഷൻ സി പഠന സന്ദർഭം ഒരുക്കി പഠന പ്രശ്നം ഉന്നയിക്കുക. ഓപ്ഷൻ ഡി മോഡലുകൾ നിർമ്മിച്ച് പഠിപ്പിക്കുക. സി ആണോ? സി. ഓപ്ഷൻ സി ആണ് അല്ലെ. നമ്മൾ പിയാഷയെ പറഞ്ഞു, പഠന അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതിലൂടെയാണ് പഠനം നടക്കുന്നത് എന്നായിരുന്നു പറഞ്ഞത് പിയാഷെ. ഡിസ്ഇക്വിലിബ്രിയം വഴി ഇക്വിലിബ്രിയം ഫോം ചെയ്യുന്നതാണ് പഠനം എന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ എന്താ? പഠന സന്ദർഭം ഒരുക്കി പഠന പ്രശ്നം
ഉന്നയിക്കുക. രണ്ടാമത്തത് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഭരതനാട്യം ഏത് സംസ്ഥാനത്തെ തനത് നൃത്ത രൂപമാണ്? ഓപ്ഷൻ എ ഉത്തർപ്രദേശ്, ഓപ്ഷൻ ബി ഒഡീസ, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി തമിഴ്നാട് ഓപ്ഷൻ ഡി തമിഴ്നാട്. ഓപ്ഷൻ ഡി തമിഴ്നാട് അല്ലെ? തമിഴ്നാടാണ്. തമിഴ്നാടാണോ? ഭരതനാട്യം തമിഴ്നാടാണ്. മൂന്നാമത്തത് ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട ശരിയായെന്നുണ്ട് കേട്ടോ. ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ മൊണീറ എന്ന കിണ്ഡത്തിൽ ഉൾപ്പെടുന്നു. രണ്ടാമത്തത് പ്രോക്യാരിയോട്ടുകളാണ്. ജന്തുക്കൾക്കും രോഗം ഉണ്ടാക്കുന്നു. 4 എല്ലാ രോഗ്യകാരികളാണ്. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മോണിറ മൊണീറ എന്ന കിണ്ഡത്തിൽ മൂന്നും 1, 2, 3. മൊണീറ എന്ന കിണ്ഡത്തിൽ ഉൾപ്പെടുന്നതാണ് അല്ലെ? പിന്നെ പ്രോക്യാരിയോട്ടിലെ വ്യക്തമായ മർമ്മം കാണപ്പെടുന്നുണ്ടോ? വ്യക്തമായ മർമ്മം ഇല്ലാത്തതിനെയാണ് നമ്മൾ പ്രോക്യാരിയോട്ട് എന്ന് പറയാ. ബാക്ടീരിയക്ക് എന്തില്ല? വ്യക്തമായ മർമ്മമില്ല. ഇറ്റ്സ് ബിലോങ് ടു പ്രോക്യാരിയോട്സ്. പിന്നെ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും രോഗം ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? ബാക്ടീരിയൽ ഡിസീസ് നമ്മൾ ഒരുപാട് കണ്ടതാണ്. പക്ഷെ എല്ലാം രോഗകാരികളാണോ? അല്ല. എല്ലാ ബാക്ടീരിയകളും എന്തല്ല രോഗകാരികൾ അല്ല. നമുക്ക് നമ്മുടെ ശരീരത്തിനുള്ളില് ആവശ്യമായിട്ടുള്ള മെറ്റബോളിക് പ്രോസസ്സുകളൊക്കെ സഹായിക്കുന്ന ബാക്ടീരിയകളും ഉണ്ട്. അപ്പം എല്ലാം രോഗകാരികൾ അല്ല. അപ്പം ബാക്ടീരിയകളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ് ഇതൊക്കെ. നിങ്ങൾ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്ക് കേട്ടോ. മൊണീറ എന്ന കിണ്ഡത്തിലാണ് പെടുന്നത്. പ്രോക്യാരിയോട്ടാണ്. എല്ലാ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും രോഗം ഉണ്ടാക്കുന്നു. നാലാമത്തത് സസ്യങ്ങളിൽ ശ്വസന പ്രക്രിയ നടക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം ഏത്? ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ബി ഓസോൺ, ഓപ്ഷൻ സി ഹൈഡ്രജൻ, ഓക്സിജൻ അല്ലെ? ഞാൻ ഇപ്പൊ പറഞ്ഞു വെച്ചതാണ്. ഓപ്ഷൻ ഡി ഓക്സിജൻ ആണ് അല്ലെ? 5 താഴെ കൊടുത്തിരിക്കുന്നവയിൽ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? ഞാൻ വീണ്ടും പറഞ്ഞു, രോഗങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പകരുന്ന രോഗങ്ങളാണ് ഇവിടെ ചോദിച്ചത്. ഒന്നാമത്തത് ഏതൊക്കെയാണെന്നാണ്? ഒന്നാമത്തത് ക്യാൻസർ, രണ്ടാമത്തത് ഇൻഫ്ലുവൻസ, 3 അലർജി, വസൂരി. ക്യാൻസർ എന്തായാലും പകരില്ലല്ലേ? 2 ഇൻഫ്ലുവൻസ, വസൂരി. 2, 4. ഓപ്ഷൻ എ. അപ്പം അലർജി പകരൂലെന്ന് ഉണ്ടാവും. പക്ഷെ എല്ലാ അലർജിയും എന്തല്ല? പകരുന്ന രീതിയിലുള്ള അലർജി അല്ല. അപ്പം കോമൺലി നമ്മൾ അലർജിയെ പകരുന്നതിൽ കൂട്ടാറില്ല. 6 താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞൻ ആര്? ഒന്നാമത്തത് പക്ഷി നിരീക്ഷകനാണ്. രണ്ടാമത്തത് ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു. ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള അദ്ദേഹത്തിന്റെ ബുക്കാണ്. ആത്മകഥ ഒരു കുരുവിയുടെ പതനം. അപ്പൊ ഇതൊക്കെ സലീം അലിയാണ് അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കണേ. നവംബർ 12 എന്താണ്? ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ്. സലീം അലിയുടെ ബുക്കാണ് ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം. അപ്പം പലപ്പോഴായിട്ട് നിങ്ങളെ ട്രാപ്പ് ആക്കാൻ വേണ്ടി എന്ത് ചോദിക്കും? സലീം അലിയുടെ ബുക്ക് എന്ന് ചോദിച്ചിട്ട് ഫസ്റ്റ് എന്ത് തരും? ഒരു കുരുവിയുടെ പതനം എന്ന് തരും. നമ്മൾ ആ ഒരു എക്സാം ഹോളിൽ ആ ഒരു ടെൻഷൻ കാരണം ഫസ്റ്റ് എന്ത് ബാക്കിയൊന്നും നോക്കൂല, കുരുവിയുടെ പതനം തന്നെ ആൻസർ ചെയ്യും. അതെന്താണ്? അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കേട്ടോ. അപ്പൊ നന്നായി നോക്കാം. ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള ബുക്ക്, ഒരു കുരുവിയുടെ പതനം, ആത്മകഥ. അതിന്റെ ആത്മകഥ ചോദിച്ചിട്ട് എന്ത് തരും? ഒരു കുരുവിയുടെ ബുക്സ് തരും. അപ്പം അത് നിങ്ങൾ നന്നായിട്ട് നോക്കണേ. മിസ് ക്ലിയർ ആവണില്ല. എല്ലാവർക്കും ഉണ്ടോ ഇഷ്യൂ? സൗണ്ട് കേൾക്കാം മിസ്സേ. ടീച്ചർ അത് എല്ലാരും കൂടെ ക്യാമറ ഓൺ ചെയ്യുന്നുണ്ടോ? അയ്യോ, ക്യാമറയും പോട്ട്. ക്യാമറ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. സ്പീക്കർ നമ്മൾ ചോദിക്കുമ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതി? നിങ്ങൾ സംസാരിക്കുമ്പോൾ മാത്രം ഓൺ ചെയ്ത് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറുക. അടുത്തത് ജീവികളിൽ ബീജസംയോഗം നടക്കാതെ അണ്ഡം വളർന്ന് പുതിയ ജീവികൾ ഉണ്ടാകുന്ന പ്രജനന രീതിക്ക് പറയുന്ന പേര്.
ഓപ്ഷൻ എ പുനരുൽപ്പത്തി, ഓപ്ഷൻ ബി കായിക പ്രജനനം, ഓപ്ഷൻ സി അനിഷേക ജനനം, ഓപ്ഷൻ ഡി ലൈംഗിക പ്രത്യുൽപാദനം. ബീജസംയോഗം നടന്നില്ല. കായിക പ്രജനനം. കായിക കായിക പ്രജനനം. കായിക പ്രജനനം. നന്നായിട്ട് വായിക്കുക. അതെവിടെ ഭയങ്കര ഒരു സൗണ്ട് കുറച്ച്. ജീവികളിലാണ്, സസ്യങ്ങളിലെ കായിക പ്രജനനം. ജീവികളിലേക്ക് വരുമ്പോ എന്താണ്? അനിഷേക ജനനാണ് കേട്ടോ. അനിഷേക ജനനം ആണ്. നമ്മളെ കായിക പ്രജനനം എന്ന് പറയുന്നത് എന്താണ്? ബഡ്ഡിങ്, ഗ്രാഫ്റ്റിങ്, ലെയറിംഗ് ഒക്കെയാണ് കായിക പ്രജനനം എന്ന് പറയുന്നത് കേട്ടോ. അത് സസ്യങ്ങളിലാണ് അത്. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആമാശയത്തിലെ ഘടകങ്ങളിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ പെപ്സിൻ, ഓപ്ഷൻ ബി ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഓപ്ഷൻ സി ശ്ലേഷ്മം, ഓപ്ഷൻ ഡി ട്രിപ്സിൻ. ഇതിൽ ആമാശയം ഓപ്ഷൻ ഡി ട്രിപ്സിൻ ആണ് കേട്ടോ. ട്രിപ്സിൻ അങ്ങോട്ട് ചെറുകുടൽ വൻകുടൽ അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് ട്രിപ്സിനൊക്കെ കാണപ്പെടുന്നത്. അടുത്തത്, മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം. ഓപ്ഷൻ എ അസ്ഥിശൃംഖല, ഓപ്ഷൻ ബി യൂസ്റ്റേഷ്യൻ നാളി, ഓപ്ഷൻ സി കർണപടം, ഓപ്ഷൻ ഡി കർണനാളം. ഓപ്ഷൻ ബി ആണ്. യൂസ്റ്റേഷ്യൻ നാളി. ഇത് 8ാം ക്ലാസ്സിലെ ആ ഒരു നമ്മുടെ ഓർഗൻസിനെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു ഏരിയ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊക്കെ ദഹന വ്യവസ്ഥയിൽ എന്ന പാഠത്തിനാണ് ഈ ഒരു തൊട്ട് മുന്നുള്ള ചോദ്യം ഒന്നും പറയോ? തൊട്ട് മുന്നുള്ള ചോദ്യം ഒന്നും പറയോ? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആമാശയത്തിലെ ഘടകങ്ങളിൽ പെടാത്തതോട് പറയോ? ട്രിപ്സിൻ. താങ്ക് യു. മൊത്തം ടഫാണോ? 10ാമത്തത്, ട്രിപ്പിൾ വാക്സിൻ ഏതൊക്കെ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ വാക്സിൻ ആണ്? ഓപ്ഷൻ എ മുന്നത്തെ ആൻസർ യൂസ്റ്റേഷ്യൻ നാളി. അടുത്തത്, ട്രിപ്പിൾ വാക്സിൻ ഏതൊക്കെ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ വാക്സിൻ ആണ്? വില്ലൻ ചുമ, ക്ഷയം, ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്, ക്ഷയം, കുഷ്ഠം. ഓപ്ഷൻ ബി ആണ്. ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ് അല്ലെ. ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. അടുത്തത്, മനുഷ്യ ശരീരത്തിലോ സ്പീഡ് കൂടുതലാണോ? നോട്ട് ചെയ്യുന്ന കൂടി. ഓക്കെ. ട്രിപ്പിൾ വാക്സിൻ ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ് ആണ് കേട്ടോ. ഈ രോഗങ്ങള് വാക്സിന് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഇപ്പം 2 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോ തന്നെ അറിയാം. ഈ ഏരിയ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇത് ഏത് ഇയറിലെ ക്വസ്റ്റ്യൻ ടീച്ചറെ? ഇതിപ്പം 2023 മെയ്യിൽ നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാറ്റഗറി 1 EVS. അത്യാവശ്യം നമ്മൾ പഠിച്ച ഏരിയ, നമ്മൾ അത്യാവശ്യം ഫോക്കസ് ചെയ്ത ഏരിയ ക്വസ്റ്റ്യൻ അധികം വന്നിട്ടില്ല. ഇച്ചിരി പാടാണ്. ഇപ്പൊ മുന്നേ ആരോ പറഞ്ഞു ഒട്ടും അറിയാത്തതാണല്ലോ. ഇച്ചിരി പാടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഞാൻ തന്നെ പറഞ്ഞേ, ഞാൻ അറ്റൻഡ് ചെയ്ത് അല്ല, ഈ ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. സർവീസിലിരിക്കുന്ന അവർക്കുള്ള എക്സാം നടത്തിയില്ല, അതിലുള്ളതാണോ? അതിലുള്ളതല്ല. കാറ്റഗറി സോറി, മെയ് 30. അത് അത്രയും കൂടി പാടില്ല. സയൻസ് സിമ്പിളാ, പക്ഷെ ഇത് ഭയങ്കര ടഫാ. ഭയങ്കര ടഫാണ്. ഞാൻ അറ്റൻഡ് ചെയ്തതാ. എനിക്ക് 11 മാർക്ക് കിട്ടിയിട്ടുണ്ടായിട്ടുള്ളൂ. അതെ, ഇച്ചിരി പാടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്. അപ്പൊ നമ്മള് മാക്സിമം എന്ത് ചെയ്യാം, ഇത് 10 ക്വസ്റ്റ്യനേ ആയുള്ളൂ. 11ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയായ സ്റ്റേപ്പിസ് കാണപ്പെടുന്നത്? ഓപ്ഷൻ എ കഴുത്ത്, ഓപ്ഷൻ ബി കീഴ്ത്താടി, ഓപ്ഷൻ സി ചെവി, ഓപ്ഷൻ ഡി ചെവിയാണ് ആൻസർ. സ്റ്റേപ്പിസ് കാണപ്പെടുന്നത് ചെവിയാണ്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് 3 ചെവിയിലാണ്. അതിൽ ഏറ്റവും ചെറുത് സ്റ്റേപ്പിസ് ആണ്, ചെവിയിലാണ് കാണപ്പെടുന്നത്. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ, തരംതിരിക്കൽ പ്രക്രിയയിൽ
തിരിച്ചറിയാനുള്ള താക്കോലുകൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ശാസ്ത്രീയ സൂചകങ്ങൾ. ഓപ്ഷൻ എ ടാക്സോണമിക് കീ, ഓപ്ഷൻ ബി ടാക്സോണമിക് എയ്ഡ്, ഓപ്ഷൻ ഡി സി ഡൈക്കോട്ടമസികൾ, ഓപ്ഷൻ ഡി ദ്വിനാമ പദ്ധതി. ഇതിലെ തിരിച്ചറിയാനുള്ള താക്കോൽ ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് ടാക്സോണമിക് കീയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തിരിച്ചറിയാനുള്ള താക്കോലുകൾ എന്ന് പറയുന്നത്. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ. കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ എന്താണ് തൊട്ട് മുന്നുള്ള എന്റെ ആൻസർ ഒന്നും കൂടി പറയോ? ടാക്സോണമിക് കീകൾ. ഓക്കെ. 13ാമത്തെ ക്വസ്റ്റ്യൻ. കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്ന നീളം കൂടിയ തന്തുവാണ്. ഓപ്ഷൻ എ ഡെൻഡ്രോൺ, ഓപ്ഷൻ ബി ഡെൻഡ്രൈറ്റ്, ഓപ്ഷൻ സി ആക്സോൺ, ഓപ്ഷൻ ഡി ആക്സോണൈറ്റ്. ഓപ്ഷൻ ബി ഡെൻഡ്രൈറ്റ് ആണ്. ആവേഗങ്ങളെ നീളം കൂടിയ തന്തു ഓപ്ഷൻ സി ആണ് കേട്ടോ, ആക്സോൺ ആണ് കേട്ടോ, ആക്സോൺ. ന്യൂറോൺസിന്റെ അല്ലേ മിസ്? അതെ, ന്യൂറോണിൻ്റെതാണ്. ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗമാണ് എന്ത്, ഡെൻഡ്രോണ്. പിന്നെ അത് ഡെൻഡ്രൈറ്റിലൂടെ കോശ ശരീരത്തിലെത്തും, ആക്സോണിലൂടെ പുറത്തു പോകുന്നു. ആക്സോണൈറ്റ് അത് ഒരു കോശത്തിൽ നിന്നും അടുത്ത കോശത്തിലേക്ക് കൊടുക്കുന്നു. ആക്സോണൈറ്റിലാണല്ലോ സിനാപ്റ്റിക് നോബുകൾ. നമ്മള് അസറ്റൈൽ കോളിൻ എന്നുള്ള ഡോപ്പമൈൻ ഒക്കെ ഇല്ലേ, ഡോപ്പമൈൻ എന്ന അസറ്റൈൽ കോളിൻ ആവേഗങ്ങളെ ബന്ധപ്പെട്ടതാണ്. അപ്പം ഇതിൽ നീളം കൂടിയ തന്തു ഏതാണ്? ആക്സോൺ ആണ് കേട്ടോ. അടുത്തത്, താഴെ പറയുന്നവയിൽ നിരീക്ഷണം എന്ന പ്രക്രിയാശേഷിയുടെ സൂചകങ്ങളിൽ പെടാത്തത്. ഓപ്ഷൻ എ വസ്തുക്കൾ തിരിച്ചറിയുന്നു, ഓപ്ഷൻ ബി വിവിധ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്നു, ഓപ്ഷൻ സി സവിശേഷതകൾ കൃത്യമായി വിവരിക്കുന്നു, ഓപ്ഷൻ ഡി അനുയോജ്യമായ യൂണിറ്റുകൾ ഉപയോഗിച്ച് അളക്കുന്നു. നിരീക്ഷണം. ഓപ്ഷൻ ഡി ആണോ? അനുയോജ്യമായ സവിശേഷതകൾ കൃത്യമായി വിവരിക്കുന്നു. സി ആണ് കേട്ടോ, ഓപ്ഷൻ സി. അടുത്തത്, വെള്ളെഴുത്തുള്ളവർക്ക് നിർദ്ദേശിക്കുന്ന ലെൻസ്. കോൺവെക്സ് ആണ് അല്ലെ. വെള്ളെഴുത്തുള്ളവർക്ക് കോൺവെക്സ് ലെൻസ് ആണ് നോർമലി എന്ത് ചെയ്യാം ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു മൊഡ്യൂളിന്റെ വിനിമയത്തിന് ശേഷം പഠന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലിലൂടെ രൂപീകരിക്കപ്പെട്ട വിവരങ്ങളെ അടിസ്ഥാനമാക്കി ടീച്ചർ തയ്യാറാക്കുന്ന രേഖ. ഞാൻ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കട്ടോ. ഒരു മൊഡ്യൂളിന്റെ വിനിമയത്തിന് ശേഷം പഠന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലിലൂടെ രൂപീകരിക്കപ്പെട്ട വിവരങ്ങളെ അടിസ്ഥാനമാക്കി ടീച്ചർ തയ്യാറാക്കുന്ന രേഖ. പുരോഗതി രേഖ. പുരോഗതി രേഖ. 17, ചിത്രശലഭങ്ങളുടെ ജീവിതചക്രം പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠനതന്ത്രം. ഓപ്ഷൻ എ പരീക്ഷണം, ഓപ്ഷൻ ബി പ്രോജക്ട്, ഓപ്ഷൻ സി സെമിനാർ, ഓപ്ഷൻ ഡി സംവാദം. പരീക്ഷണം. ഏറ്റവും അനുയോജ്യമായെന്ന് ചോദിച്ചത്. അപ്പൊ പ്രൊജക്ട് സെമിനാർ ഒന്നും നടത്തിയിട്ടും അല്ലെങ്കിൽ ഡിബേറ്റ് നടത്തിയതുകൊണ്ടൊന്നും നമുക്ക് ചിത്രശലഭങ്ങളെ കുറിച്ച് പഠിക്കാൻ പറ്റില്ല അല്ലെ. അപ്പം തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ പരീക്ഷണമാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഭൗതിക പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നത്. ഓപ്ഷൻ എ സസ്യങ്ങൾ, ഓപ്ഷൻ ഭൗതികം മണ്ണാണ് അല്ലെ, മണ്ണ്. അടുത്തതിലേക്ക് പോവാം. സ്പീഡ് കൂടിപ്പോകുന്നുണ്ടോ? ചെറുതായിട്ട്. ഞാൻ ഈസി ഉള്ളത് പറയുമ്പോഴാണ് കുറച്ച് സ്പീഡ് കൂട്ടുന്നത്. ടഫ് ഉള്ളത് ഞാൻ അത്യാവശ്യം സ്പീഡ് കുറച്ചാണ് പറയുന്നത്. ഇനി സ്പീഡ് കൂടുന്നുണ്ടെന്ന് പറയാം, നമുക്ക് സ്പീഡ് കുറക്കാം.
അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ താരതമ്യേന വൈറ്റമിൻ സി ഭക്ഷ്യവിഭവം. തന്നിരിക്കുന്നവയിൽ വൈറ്റമിൻ സി കൂടുതൽ തക്കാളി അടങ്ങിയിരിക്കുന്ന തക്കാളി തക്കാളി. ഓപ്ഷൻ എ ഉണക്കത്തക്കാളി തക്കാളി മുന്തിരി. ഓപ്ഷൻ സി കോഴിയിറച്ചി. ഓപ്ഷൻ ബി തക്കാളി. തന്നിരിക്കുന്നവയിൽ വൈറ്റമിൻ തക്കാളിയാണ്. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ. പ്രഥമ ശുശ്രൂഷ പെട്ടിയിൽ തക്കാളി തന്നിരിക്കുന്നവയിൽ വൈറ്റമിൻ സിയുടെ കണ്ടന്റ് കൂടുതലുള്ളത് തക്കാളിയിലാണ് കേട്ടോ. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ. പ്രഥമ ശുശ്രൂഷ പെട്ടിയിൽ സാധാരണ കാണാത്ത ഉപകരണം. ഓപ്ഷൻ എ തെർമോമീറ്റർ. ഓപ്ഷൻ ബി സേഫ്റ്റി പിൻ. ഓപ്ഷൻ സി സ്റ്റെതസ്കോപ്പ്. ഓപ്ഷൻ ഡി കത്രിക. ഓപ്ഷൻ സി സ്റ്റെതസ്കോപ്പ്. അടുത്തത് ശരിയായ ക്രമം ഏതെന്നാണ്. അതായത് ഗാലക്സിയുണ്ട്, സൗരയൂഥമുണ്ട്, സൂര്യനുണ്ട്, ഗ്രഹങ്ങളുണ്ട്, ഉപഗ്രഹങ്ങളുണ്ട്. ഇതില് ശരിയായ ക്രമം ഏതാണെന്നാണ്. നിങ്ങൾ ഓപ്ഷൻസ് കാണുന്നുണ്ടെന്ന് കാണില്ല. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ സി. ഏറ്റവും ഗാലക്സി, സൗരയൂഥം, സൂര്യൻ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ. സോറി, ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഗാലക്സി. ഓക്കെ, ഓപ്ഷൻ എ ആണ്. ഗാലക്സി, സൗരയൂഥം, സൂര്യൻ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ. 22ാമത്തെ ക്വസ്റ്റ്യൻ. ടീച്ചർ ക്ലാസ് മുറിയിൽ പഠന പ്രക്രിയയ്ക്ക് ശേഷം വർക്ക്ഷീറ്റുകൾ നൽകി വ്യക്തിഗതമായി പൂർത്തിയാക്കുവാൻ കുട്ടികളോട് പറയുന്നു. ഇത് വിലയിരുത്തലിന്റെ ഏത് തലമാണ്? ഓപ്ഷൻ എ വിലയിരുത്തൽ തന്നെ പഠനം. ഓപ്ഷൻ ബി പഠനത്തെ വിലയിരുത്തൽ. ഓപ്ഷൻ സി പഠനത്തിനായുള്ള വിലയിരുത്തൽ. ഓപ്ഷൻ ഡി യൂണിറ്റ് വിലയിരുത്തൽ. ഓപ്ഷൻ സി പഠനത്തിനായുള്ള വിലയിരുത്തൽ. ഓപ്ഷൻ സി ആണ് അല്ലെ, പഠനത്തിനായുള്ള വിലയിരുത്തൽ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് 23ാമത്തെ. ജീവാണുവളങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? SCRT ടെക്സ്റ്റ് ബുക്കിൽ അതേപോലുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓപ്ഷൻ എ സസ്യാവശിഷ്ടങ്ങൾ അടങ്ങിയ വളം. ഓപ്ഷൻ ബി കന്നുകാലി വളം. ഓപ്ഷൻ സി ജീവനുള്ള ബാക്ടീരിയ, കുമിളുകൾ എന്നിവ അടങ്ങിയ വളം. ഓപ്ഷൻ ഡി മൃഗാവശിഷ്ടങ്ങൾ അടങ്ങിയ വളം. ഓപ്ഷൻ സി ജീവനുള്ള ബാക്ടീരിയ, കുമിളുകളാണ്. ഓപ്ഷൻ സി ആണ് ജീവനുള്ള ബാക്ടീരിയ, കുമിളുകൾ എന്നിവ അടങ്ങിയ വളമാണ് ജീവാണുവളം എന്നറിയപ്പെടുന്നത്. ജീവാണു വളം. 24. ബയോഗ്യാസ് എന്തിന്റെ എല്ലാം മിശ്രിതമാണ്? ഓപ്ഷൻ എ കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഓപ്ഷൻ ബി ഈഥൈൻ, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്. ഓപ്ഷൻ സി മീഥൈൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്. ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്. ഓപ്ഷൻ സി മീഥൈൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്. അതെ, ഓപ്ഷൻ സി ആണ് ബയോഗ്യാസ്. ബയോഗ്യാസിലെ മെയിൻ എന്ന് പറഞ്ഞായിരുന്നു ചോദിക്കാറ്. മീഥൈൻ ആണ് എന്ത് ബയോഗ്യാസിലെ മെയിൻ കണ്ടന്റ്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജൻ സൾഫൈഡും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വീണ്ടും വന്നു. അടുത്തത് 26ാമത്തെ ക്വസ്റ്റ്യൻ. കില എന്ന സ്ഥാപനം 25 സെയിം വീണ്ടും ജീവാണുവളങ്ങൾ എന്നത് ഒന്നുകൂടെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്തത്. ഓക്കെ. 26. കില എന്ന സ്ഥാപനം രൂപീകരിച്ചതിന്റെ ഉദ്ദേശ്യം. ഓപ്ഷൻ എ പരിസ്ഥിതി സംരക്ഷണം. ഓപ്ഷൻ ബി സാമ്പത്തികാസൂത്രണം. ഓപ്ഷൻ സി
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണം. ഓപ്ഷൻ ഡി ആരോഗ്യ പരിപാലനം. ഓപ്ഷൻ സി ഓപ്ഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്വയംഭരണ ശാക്തീകരണം. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കില എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂര്. തൃശ്ശൂർ ആണ് അല്ലെ? ഓക്കെ. 27ാമത്തെ ക്വസ്റ്റ്യൻ. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിക്കുകയാണല്ലോ. അതെ, നമ്മൾ ഈ വർഷം അന്താരാഷ്ട്ര ചെറുധാന്യങ്ങളുടെ വർഷമാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ചെറുധാന്യങ്ങളുടെ കൂട്ടം ഏത്? ഓപ്ഷൻ എ മണിച്ചോളം റാഗി തിന, ഓപ്ഷൻ ബി റാഗി നെല്ല് തിന, ഓപ്ഷൻ സി ഗോതമ്പ് മണിച്ചോളം നെല്ല്, ഓപ്ഷൻ ഡി നെല്ല് ഗോതമ്പ് ചോളം. ഓപ്ഷൻ എ മണിച്ചോളം റാഗി തിന. ഓപ്ഷൻ എ ആണ് അല്ലെ, മണിച്ചോളം റാഗി തിനയാണ് ചെറുധാന്യങ്ങളുടെ കൂട്ടത്തിൽ കൊടുത്തിരിക്കുന്നവയിൽ ഉള്ളത്. 28 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം 1857 മുതൽ 1947 വരെ രേഖപ്പെടുത്താൻ ഏറ്റവും അനുയോജ്യമായ ഗ്രാഫിക് ഓർഗനൈസർ ഏത്? ഓപ്ഷൻ എ ബാർ ഡയഗ്രാം, ഫൈവ് ഡയഗ്രാം, ഫ്ലോ ചാർട്ട്, മാതൃക. ഫ്ലോ ചാർട്ട് അല്ല. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഫ്ലോ ചാർട്ട് ആണ് വരുന്നത് അല്ലെ. 29 താഴെ പറയുന്നവയിൽ അടിസ്ഥാന പ്രക്രിയാശേഷികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ നിരീക്ഷണം, ഓപ്ഷൻ ബി വർഗീകരണം, ഓപ്ഷൻ സി അളക്കലാണ് കേട്ടോ, അളക്കൽ, ഓപ്ഷൻ ഡി പരീക്ഷണത്തിലേർപ്പെടൽ. അളക്കലല്ലേ? അടിസ്ഥാന പ്രക്രിയാശേഷി. അളക്കൽ. അളക്കലല്ലേ? സി അല്ലേ? നിരീക്ഷണം, വർഗീകരണം, അളക്കൽ, പരീക്ഷണത്തിലേർപ്പെടൽ. ഈ 4 ഓപ്ഷനിൽ വ്യത്യാസമായിട്ട് പരീക്ഷണത്തിലേർപ്പെടലാണോ ടീച്ചറെ? പരീക്ഷണത്തിലേർപ്പെടലല്ലേ? അടിസ്ഥാന പ്രക്രിയാശേഷി എന്ന് പറഞ്ഞാൽ പ്രോസസ് സ്കില്ലാണ് കേട്ടോ. അടിസ്ഥാന പ്രക്രിയാശേഷികളിൽ ഉൾപ്പെടാത്തത് പരീക്ഷണത്തിൽ ഏർപ്പെടലാണ് കേട്ടോ. പരീക്ഷണത്തിൽ ഏർപ്പെടൽ. അയ്യോ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മനഃശാസ്ത്ര പഠനത്തിന്റെ മുഖ്യ ലക്ഷ്യം വിജ്ഞാന മേഖല, പ്രക്രിയാശേഷി മേഖല, പ്രയോഗ മേഖല, മനോഭാവ മേഖല, സർഗാത്മക മേഖല എന്നിവയുടെ വികാസം ആണല്ലേ. അതായത് ഓവറോൾ ഡെവലപ്മെന്റ് ആണിത് ശാസ്ത്ര പഠനത്തിന്റെ ലക്ഷ്യം. താഴെ പറയുന്നവയിൽ പ്രയോഗ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏത്? ഓപ്ഷൻ എ താൽക്കാലിക നിഗമനങ്ങൾ രൂപവൽക്കരിക്കലും പരിശോധിക്കലും, ഓപ്ഷൻ ബി പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്യൽ, ഓപ്ഷൻ സി മനോചിത്രങ്ങൾ രൂപീകരിക്കൽ, ഓപ്ഷൻ ഡി ആഹാരം, ആരോഗ്യം, ജീവിതശൈലി തുടങ്ങിയവയിൽ ശാസ്ത്രീയ ശീലങ്ങൾ പിന്തുടരൽ. ഓപ്ഷൻ ബി അല്ലേ? പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്യൽ. ആരോഗ്യ, ജീവിതശൈലി തുടങ്ങിയവയിൽ ശാസ്ത്രീയ ശീലങ്ങൾ പിന്തുടരൽ. പ്രയോഗ മേഖല ഓപ്ഷൻ ബി ആണ്. ആഹാരം, ആരോഗ്യം, ജീവിതശൈലി. ഓപ്ഷൻ ഡി പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്യലാണ് പ്രയോഗ മേഖലയിൽ വരുന്ന പ്രസ്താവന കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. ഇപ്രാവശ്യം ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ ടീച്ചറെ. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ഓക്കെ. അപ്പം ഈ ക്വസ്റ്റിന് ഏകദേശം പെഡഗോഗിക് സൈക്കോളജി ഏരിയ ഒഴിച്ചാൽ ബാക്കി കംപ്ലീറ്റ്ലി ടെക്സ്റ്റ് ബുക്കിന്ന് അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച ഒരാൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് 21 മാർക്ക് ഉണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. എനിക്ക് 21 മാർക്ക് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ 13 ഉള്ളായിരുന്നു. കൺഗ്രാറ്റ്സ്. അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യാം, EVS പഠിക്കണേ, നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കും. ടീച്ചറെ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തരണേ. ഓക്കെ, ഇട്ട് തരാം. നിങ്ങൾ ഇതുവരെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാത്തവരാണെങ്കിൽ എന്റെ റിക്വസ്റ്റ് ആണ്, നിങ്ങൾ എന്ത് ചെയ്യാം, വായിക്കാറില്ല ടെക്സ്റ്റ് ബുക്ക്. സത്യത്തില് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുക അത്രേ ഉള്ളൂ. പിന്നെ ഓരോ ടോപ്പിക്കും എടുത്ത് പഠിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടില്ല ഇതുവരെ.
ടെക്സ്റ്റ് ബുക്കിന് അതേപടി ലൈൻസ് എന്ത് ചെയ്യും, കോപ്പി പേസ്റ്റ് വരും. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു പരിചയം വരും. SCRT നമ്മളത് കേട്ടിട്ടുണ്ടായാലും ഇനി PSC എക്സാമിനായാലും മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട SCRT ടെക്സ്റ്റ് ബുക്ക് തന്നെയല്ലേ. അപ്പം 5, 6, 7 ഇന്ന് 5, 6, 7ാം ക്ലാസ് കുറച്ചുണ്ടാവും. 5, 6 നമുക്ക് 2 ദിവസം കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ആ ന്യൂറോൺസിന്റെ ഒക്കെ 8ാം ക്ലാസ് ഒക്കെ അല്ലേ വന്നാണ്? ന്യൂറോൺസിന്റെ 8ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലാണ്. ടെക്സ്റ്റ് ബുക്ക് എവിടുന്ന് കിട്ടുക? ടെക്സ്റ്റ് ബുക്ക് സമഗ്രയിലുണ്ട്. ടെക്സ്റ്റ് ബുക്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഷെയർ ചെയ്ത് തരാം. ടെക്സ്റ്റ് ഓക്കെ, അത് ബുക്ക് നന്നാവുന്ന ടീച്ചറെ. ടീച്ചറെ അത് ഗ്രൂപ്പിലിട്ടോളൂ ടീച്ചറെ, ഗ്രൂപ്പിലിട്ടോളൂ. ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. മലയാളം മീഡിയം ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പൊ നന്നായിട്ട് കിട്ടുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാ, വായിക്കുക. ടീച്ചറെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളൊന്ന് പറയൂ. ഞാൻ പറഞ്ഞു, ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഏകദേശം എല്ലാ പാർട്ടും ഉൾപ്പെടുത്തിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ EVS പഠിക്കുമ്പം EVS നിങ്ങൾ മനസ്സിലാക്കിയാലും നമ്മുടെ സോഷ്യൽ സയൻസിന്റെ ഭാഗവും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെട്ടിട്ടുണ്ട്. ചമ്പാരൻ സത്യാഗ്രഹം, പിന്നെ ജിയോഗ്രഫീന്റെ പാർട്ട്, അങ്ങനെ ചെറിയ ചെറിയ 7ാം ക്ലാസ് വരെയുള്ള EVS എന്ന് പറയുന്ന സയൻസ് അവർക്ക് വേറിട്ട് നിന്നിട്ടില്ല. അപ്പം ടെക്സ്റ്റ് ബുക്ക് തന്നെ വായിക്കാം. പിന്നെ രോഗങ്ങളെ കുറിച്ച്, രോഗകാരികൾ, വൈറ്റമിൻസ്, പിന്നെ നമ്മള് വിത്തിനങ്ങളുണ്ടല്ലോ, ഈ വെണ്ടക്കയുടെ വിത്തിനങ്ങള്, തക്കാളിയുടെ വിത്തിനങ്ങള്, അങ്ങനെയില്ലേ. അത് എന്താ സങ്കരയിനം അങ്ങനെയൊക്കെ പറഞ്ഞു അതാ? സങ്കരയിനം വിത്തുകളെ കുറിച്ച് നിങ്ങൾ നിങ്ങൾ ഏത് ക്ലാസ്സിലാണ്, എനിക്ക് 6ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ എന്ന് ഓർമ്മയില്ല, ഒരു ടേബിൾ വെച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. വെണ്ടയുടെ വിത്തിനങ്ങള്, തക്കാളിയുടേത്, അതേപോലെ തെങ്ങിന്റെ സങ്കരവർഗ്ഗങ്ങള്, അതൊക്കെ എന്തായാലും നോക്കി പോകേണ്ട ടോപ്പിക്കാണ്. അതേപോലെ തന്നെയാണ് രോഗങ്ങള്. പിന്നെ വരുന്ന ഭാഗമാണ് സോഷ്യൽ സയൻസ് വേണം ടീച്ചറെ. 7 വരെയുള്ള സോഷ്യൽ സയൻസ്. EVS എന്ന് പറയുമ്പോൾ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്. പക്ക സയൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. സോഷ്യലിനും ആ ഒരു ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് പഠിക്കാന്ന് വെച്ചാൽ ഇപ്പൊ നടക്കില്ല, ഒരാഴ്ച കൊണ്ട് നമുക്ക് നടക്കില്ല. അപ്പൊ നിങ്ങൾ 7ാം ക്ലാസ് വരെയുള്ള എന്ത് ചെയ്യാം, സയൻസ് ഭാഗങ്ങളും സോഷ്യൽ ഭാഗങ്ങളും വായിക്കാം. ബുക്ക് ടീച്ചർ സെൻഡ് ചെയ്തിട്ടുണ്ടോ? ബുക്ക് ഞാൻ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം, ഷെയർ ചെയ്ത് തരാം. ടീച്ചറെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഗ്രൂപ്പിൽ ഇടണം കേട്ടാ. ഇന്നലത്തെ ക്ലാസ്സിന്റെ വിട്ടിരുന്നോ മാമേ? ടെലഗ്രാമില് വിട്ടിരുന്നോ? വിട്ടിരുന്നു. അതെയാ, നിങ്ങൾ കുറച്ചു പേർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അതെന്താന്ന് എനിക്കറിയില്ല. ഞാൻ PDF ഡോക്യുമെന്റ് ആയിട്ടാണ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതും ഞാൻ 2 എണ്ണം ഒരുമിച്ച്. മറ്റേതിന്റെ നമ്മൾ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് B ആണ് കേട്ടോ. കോഡ് B ആണ്. ആൻസർ കീ അതിന്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ PDFന്റെ താഴെ തന്നെ ആൻസർ കീയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നില്ലേ? അതെ 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 അതെ, ഇപ്പൊ ചെയ്തു. അതിന്റെ കോഡ് B ആണ്. അതിന്റെ ആൻസർ കീയും താഴെ തന്നെ അതോടൊപ്പം തന്നെ ഞാൻ തന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. കണ്ടില്ലേ? അതെ, കണ്ടിട്ടില്ല. നിങ്ങളൊന്ന് നോക്കട്ടെ, ഗ്രൂപ്പ് ഒന്ന് നോക്കുക. ഞാൻ ഇതും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നന്നായിട്ട് വർക്ക് ചെയ്യാം. ടെലഗ്രാമിലും വാട്സപ്പ് ഗ്രൂപ്പിലും രണ്ടിട്ടോ. ഈ ഇതില് സസ്യ സംസ്കാരങ്ങളില്ലേ, അതിനെ കുറിച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? ഓരോ സസ്യ സംസ്കാരങ്ങള് എന്താണ് ചോദിച്ചത്? എനിക്ക് മനസ്സിലായില്ല. ഹാരപ്പൻ സംസ്കാരം അല്ലേ? ഇല്ല, ഈ തേനീച്ച വളർത്തൽ, എപ്പികൾച്ചർ, അങ്ങനെ ഓരോ ഇതില്ലേ സംസ്കാരങ്ങള്. അതാണല്ലേ. അതില് ഓർമ്മയുള്ള എപ്പോഴും നിങ്ങൾക്ക് ചോദിക്കുന്നത് ഒന്ന് തേനീച്ച വളർത്തൽ, എപ്പികൾച്ചർ, മത്സ്യം പിസികൾച്ചർ, മുയൽ യൂണികൾച്ചർ, പഴം പച്ചക്കറി ഹോർട്ടിക്കൾച്ചർ, മണ്ണിര വെർമികൾച്ചർ, മഷ്റൂം കൾച്ചർ.
മുന്തിരി വിറ്റികൾച്ചർ. മുന്തിരി വിറ്റികൾച്ചർ. ഇപ്പൊ ചോദിച്ച ആൾക്ക് കിട്ടിയ ഒന്നുകൂടെ ഞാൻ പറയാം. സെറികൾച്ചർ പട്ടുനൂൽ പുഴുവിന്റെ സംസ്കരണമാണ്. ഹോർട്ടികൾച്ചർ നല്ല ഇനം പച്ചക്കറികളുടെയും പഴങ്ങളുടെയും. തേനീച്ച എപ്പികൾച്ചർ. മുയൽ ക്യൂണിക്കൾച്ചർ. മണ്ണിര വെർമികൾച്ചർ. മത്സ്യം പിസ്റ്റികൾച്ചർ. പിന്നെ വിട്ടുപോയതുണ്ടോ? ഇനി മുന്തിരി വിറ്റികൾച്ചർ. മുന്തിരി വിറ്റികൾച്ചർ. ഓക്കെ. പിന്നെന്താ ഏതൊരു എക്സാമിനെ മീനുകൾ വളർത്തുന്നത് ഫിസിക്കൾച്ചർ. പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനം അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഞാൻ അറ്റൻഡ് ചെയ്തൊരു ക്വസ്റ്റ്യൻ. പക്ഷികളുടെ ഇത് കാലിയോളജിയോ? കാലിയോളജി. കാലിയോളജി. അപ്പൊ ശരി, നമുക്ക് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. നാളെ നിങ്ങൾക്ക് EVS ഒരു സെഷൻ ഉണ്ടായിരിക്കും. കൂടുതൽ നമുക്ക് ആ ക്ലാസ്സിൽ പറയാം. മാത്സിന്റെ ക്ലാസ്